എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ പല ടെക് വീഡിയോകളും ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒരു ക്യാമറ ഇല്ല, അപ്പോൾ നമുക്കൊരു ഫോണിലാണ് അപ്പോൾ വീഡിയോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റിയിലും അല്പം ഒരു കുറവ് കാണും, എങ്കിലും നമുക്ക് വീഡിയോ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം കിടക്കാം. ഞാൻ ഇന്ന് ചെയ്യുന്ന അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഹെഡ്ഫോണാണ്. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ അല്ല, ഇതൊരു ഗെയിമിംഗ് ഹെഡ്ഫോണാണ്. അതായത് നമുക്ക് ഹൈ എൻഡ് ഗെയിംസ്, പബ്ജി പോലത്തെ ഹൈ എൻഡ് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ആമസോണിൻ്റെ നല്ലൊരു പാക്കിംഗ് ആണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്താണ് ഹെഡ്ഫോൺ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പൊട്ടിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അവരൊരു ബില്ലാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് എത്ര പ്രൈസ് വരുന്നുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽ ബില്ലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർഡർ നമ്പറും അതുപോലെ ഇൻവോയ്സ് നമ്പറും ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ അതായത് പ്രോഡക്റ്റിൻ്റെ മോഡൽ ഏതാണെന്നും GST എത്ര വരുന്നുണ്ടെന്നും പിന്നെ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നുണ്ടെന്നും അതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം, കിഡു ഒരു ഹെഡ്ഫോൺ. ക്വഷനീച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ്. പ്രോഡക്റ്റിൻ്റെ നെയിം ക്വഷനീച്ച് G2000 ഹെഡ്ഫോൺ വിത്ത് മൈക്ക് ആൻഡ് LED എന്നാണ് നൽകിയിരിക്കുന്നത്. കളർ നൽകിയിട്ടുണ്ട്, ബ്ലൂ ആണ് ഇതിൻ്റെ കളർ. ബ്ലൂവും ബ്ലാക്കും ആണ് വരുന്നത്. പ്രോ ഗെയിമിംഗ് ഹെഡ്ഫോൺ. ഇത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് സപ്പോർട്ട് മൊബൈൽസ്, ലാപ്ടോപ്പ്, അതുപോലെ ടാബ്ലറ്റ്സ് ഇതിനകത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകമായിട്ട് കാണിച്ചിട്ടുണ്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ഈ സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇത് നല്ലൊരു കവറിങ്ങിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് സൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് കുറേ കാണിച്ചിട്ടുണ്ട്. പിന്നെ വയറൊക്കെ നല്ല കട്ടിയുള്ള വയേഴ്സാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് സാധനം. വാവ്, കിടു. കാണുമ്പോൾ തന്നെ അടിപൊളി ഒരു ഫീലൊക്കെ നൽകുന്നുണ്ട്. അടിപൊളി സാധനം. പിന്നെ ഇതിനകത്ത് രണ്ട് സൈഡും ഇതൊക്കെ ഇത്തിരി എന്താ പറയുക, ക്വാളിറ്റി സാധനമാണ്. ഇതുണ്ടാവും നമ്മൾ നോർമലായിട്ട് ഇപ്പം മേടിക്കുന്ന ഹെഡ്ഫോണുകളൊക്കെ കുറച്ചും ഇത്തിരി കൂടെ ക്വാളിറ്റിയാണ്, പെട്ടെന്നൊന്നും പോവില്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഹെഡിൻ്റെ ഇവിടെ വരുന്ന ഈ ഇതും ഒരു റബ്ബറിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതും നല്ലൊരു ക്വാളിറ്റി ഐറ്റമാണ്. പിന്നെ ഇത് സാധനം എന്തായാലും ഇവിടെയൊക്കെ നല്ല ഫിനിഷ് ചെയ്തേക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ സാധനമൊക്കെ പെട്ടെന്ന് പോവുകയല്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ മെറ്റീരിയൽ വെച്ചാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. പിന്നെ മൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മൈക്കിനകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൈക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു നല്ലൊരു പ്രത്യേകതയാണ്, മൈക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ മേലത്തെ ഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. ഇതെനിക്ക് തോന്നുന്നത് ജസ്റ്റ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, പക്ഷേ നല്ല കട്ടി കൂടിയ പ്ലാസ്റ്റിക്കാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയലും ഇത്രയും കൂടെ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതും നല്ല കട്ടിയുള്ളൊരു സാധനമാണ്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്വഷനീച്ച് G2000 എന്ന് പറഞ്ഞ മോഡൽ നെയിം കാണിച്ചിട്ടുണ്ട്. അവർ എംബ്ലം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് LED ബൾബാണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ ബ്ലൂ കളറിൽ വരുന്നൊക്കെ LED ബൾബ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൈക്കിൻ്റെ ഇവിടെ വരുന്നത് LED ബൾബാണെന്ന് എനിക്ക് തോന്നുന്നത്. മൈക്കിൻ്റെ ഈ അറ്റത്തും LED ബൾബ് യൂസ് ചെയ്യുമ്പോൾ അറിയുള്ളൂ. പിന്നെ ഇതിന് മേലെ ഒരു കവറിങ് കാണിച്ചിട്ടുണ്ട്. ആ കവർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓക്കേ, അപ്പോൾ ഞാൻ ആ കവർ ഇളക്കിയിട്ടുണ്ട്. അപ്പം കവറില്ലാതെ വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് സാധനം. ഇത് എങ്ങനെയാണ് ഇത് ഗെയിം കളിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
അപ്പം ഗെയിം നമുക്ക് കളിച്ചു. ഇതിൻ്റെ ഈ സ്പീക്കറിൻ്റെ അവിടെയൊക്കെ നല്ല ഒരു ഫിനിഷിങ്, അതായത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് സ്പീക്കർ നൽകുകയോ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് തുണി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഒരു നല്ലൊരു കവറിങ് വന്നിട്ടുണ്ട്. നല്ല കട്ടി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അതിൻ്റെ കവറിങ് എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫീലാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പബ്ജി ഒക്കെ പബ്ജി പോലെയുള്ള ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് എനിമീസൊക്കെ എത്ര ദൂരത്തു നിന്നാണ് നമുക്ക് സ്പോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഷൂട്ട് ചെയ്യുന്നതിനുള്ള കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു 3D എഫക്ട്സ് നന്നായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയേണ്ട, നമുക്ക് സോങ്സ് ഒക്കെ കേൾക്കുമ്പോഴും വേറെ ഒരു ലെവലിലേക്ക്, വേറൊരു റേഞ്ചിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗെയിമിംഗ് ആണ്. പിന്നെ ഗെയിമിങ്ങിൻ്റെ ഈ മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്ക് ഒരു രക്ഷയില്ല. ഈ ഒരു ഹെഡ്ഫോൺ ശരിക്കും ഗെയിമേഴ്സിന് വളരെയധികം ഉപയോഗപ്പെടുന്നൊരു ഹെഡ്ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിൽ 1599 രൂപ, അതായത് 1599 രൂപയാണ്, അതായത് 1600 രൂപയാണ്. പക്ഷേ എനിക്കിതൊരു ഓഫർ പ്രൈസിലാണ് കിട്ടിയത്. ഞാൻ ആ ഓഫറിലാണ് എടുത്തത്. അപ്പോൾ എനിക്ക് 1200 രൂപയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ട് സാധനം. പിന്നെ ഈ കവർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു യൂസർ ഗൈഡ് നൽകിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഗെയിം ഒരുപാട് കളിക്കുന്നവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ഹെഡ്ഫോണാണിത്. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.